ബി.ജെ.പിയുടെ കോർ ഐഡിയാസിനെ കുറിച്ചല്ല ഇപ്പോൾ സംസാരിക്കുന്നത്. പ്രസിഡൻ്റ് ആയതിനു ശേഷം വികസിത് കേരളം എന്നാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വേറൊരു വാർത്ത തന്നെ, നിലമ്പൂരിൽ വെച്ച സ്ഥാനാർത്ഥി ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയായിരുന്നു. നേരത്തെ കിട്ടിയ വോട്ട് പോലും കിട്ടിയില്ല. നമ്മളുടേത് ഹിന്ദുത്വം തന്നെയാണ് നമ്മളുടെ രാഷ്ട്രീയം, അത് തന്നെ തുടരണമെന്ന് സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടതായി വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹം ശ്രമിക്കുന്നത് ഞാൻ വേറൊരാളാണ്, നിങ്ങൾ ഇതുവരെ കണ്ട ബി.ജെ.പിക്കാരെ പോലെയല്ല, ബി.ജെ.പി ലീഡർഷിപ്പ് പോലെയല്ല, ഇതുവരെയുള്ളൊരു ബി.ജെ.പി അല്ല, വേറൊരു ബി.ജെ.പി ആണ് എന്നൊരു ഫീൽ അങ്ങോട്ട് കൊടുക്കാനായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിൻ്റെ പ്രശ്നം വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ തന്നെ കയ്യിലിരിപ്പിൻ്റെ മുൻകാല ട്രാക്ക് റെക്കോർഡിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ മറ്റേ കളമശ്ശേരിയിൽ ബോംബ് പൊട്ടിയപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസ്താവന, അതിനോട് മുഖ്യമന്ത്രി പ്രതികരിച്ച ഓർമ്മയുണ്ട്. വിഷമല്ല, കൊടും വിഷമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു മുന്ന എന്നതിലപ്പുറം കേരളത്തിൽ അദ്ദേഹത്തിനൊരു സ്റ്റാച്ചർ ഉയർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അദ്ദേഹം ശ്രമിക്കുന്നത് വേറൊരു ഇമേജ് ഉണ്ടാക്കാനാണ്. അതിൻ്റെ ഭാഗമായിട്ട് അതിനെ പറ്റിയൊരു ടീമിനെ ബിൽഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു ടീമിനെ ബിൽഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പെടാത്ത ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാകും. ആ അസ്വസ്ഥതയാണ് പല സ്വഭാവത്തിൽ വാട്സപ്പായിട്ടും ഫേസ്ബുക്കിലും വാർഡ് സമ്മേളനം എന്ന് പറഞ്ഞിട്ടും അമ്മയുടെ ഉപദേശം ഓർമ്മിപ്പിച്ചുകൊണ്ടൊക്കെ പല ആളുകളും ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ അടിസ്ഥാന പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊക്കെ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി ഓഫീസാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിക്കുള്ള റൂം വരെയുണ്ട് എന്ന് പറയുന്നു. അതൊക്കെ നല്ല കാര്യമാണ്. ഞാൻ അതൊരു സ്വപ്നമാണ്, പാർട്ടി പ്രവർത്തകർക്കൊരു സ്വപ്നമാണ്. നമ്മളിത് അവിടേക്ക് എത്തുക, മുഖ്യമന്ത്രി ആവുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ അമിത്ഷാ പ്രസംഗിക്കുമ്പോൾ അത് തന്നെയാണ് പറഞ്ഞത്. ഈ ആ ഒരു നേട്ടത്തിൻ്റെ എത്ര സീറ്റ്, 25 സീറ്റാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു പ്രതീക്ഷ കൊടുക്കുന്ന കാലമാണ്. പക്ഷേ ഇതെവിടെ എത്തുമെന്നൊരു വലിയ പ്രശ്നമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനം ഞാൻ മുമ്പ് പറഞ്ഞതാണ്, കേരളത്തിൻ്റെ ചരിത്രം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക, അല്ലെങ്കിൽ CPIM കുറിച്ച് ആലോചിക്കുക, അവരുടെയൊക്കെ ഒരു ലെഗസി, ഒരു ചരിത്രം നോക്കുമ്പോൾ അവർ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, സാമൂഹ്യ ഇടപെടലുകളാകാം, രാഷ്ട്രീയ സമരങ്ങളാകാം, അതിൻ്റെയൊക്കെ കഥകൾ ധാരാളമുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരം മുതലുള്ള ഈ ക്ഷേത്രപ്രവേശന സത്യഗ്രഹം മുതലുള്ള പല സ്വഭാവത്തിൽ ഇടപെടലുകളുടെ ദീർഘമായുള്ളൊരു ലെഗസി ഉണ്ടാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തോരം സമരങ്ങൾ, കാർഷിക സമരങ്ങൾ, തൊഴിലാളി സമരങ്ങൾ, അങ്ങനെ ബി.ജെ.പിയെക്കുറിച്ച് ആലോചിക്കും. ബി.ജെ.പി കേരളത്തിൽ നടത്തിയ സമരം എന്താണ്? ആ നിലക്ക് ഒരു രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു ഇടപെടൽ എന്താണ്? അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഇടപെടലുകൾ ഉണ്ടെങ്കിൽ, ചരിത്രത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഇടപെടലുണ്ട്, അതെല്ലാം ഡിവിസീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. അങ്ങനെ ഓർത്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന നിലക്കൽ സമരം, പിന്നെ ഓർത്ത് നോക്കിയാൽ മലപ്പുറം ജില്ല രൂപീകരണ വിരുദ്ധ സമരം, പിന്നെ എന്താ ഉള്ളത്, ശബരിമല, പിന്നെ ഏറ്റവും ഒടുവിൽ ശബരിമല പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും ഒരേ പാറ്റേണിൽ നിൽക്കുന്നതാണ്. അത് വർക്കാവില്ല. കേരളീയ സമൂഹത്തിനെ ഗുണാത്മകമായിട്ട് ചലിപ്പിക്കുന്ന, അതിലിടപെടുന്ന, അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്ത് ഇടപെടലാണ് ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ളതെന്ന് അവരൊന്ന് ആലോചിച്ച് നോക്കട്ടെ. ഒരു വലിയൊരു പാർട്ടിയല്ലേ, വലിയ സംവിധാനം, വലിയ നിശ്ചയം, നല്ല കേഡർ സ്വഭാവമുണ്ട്, ഒരു ഐഡിയോളജി ഉണ്ട്, RSSൻ്റെ ബാക്കപ്പ് ഉണ്ട്, എല്ലാ സംഗതികളും ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അവർക്കത് സാധിക്കാത്തത്? കേരളം പ്രശ്നമില്ലാത്ത സംസ്ഥാനം, വികസിത് കേരളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരല്ലോ. ഈ വികസിത് കേരളം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ കേരളത്തെ ഏതെങ്കിലും നിലയ്ക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ബൗദ്ധികമായിട്ടുള്ള എന്തിടപെടലാണ്, പ്രായോഗികമായിട്ടുള്ള എന്തിടപെടലാണ്, രാഷ്ട്രീയമായ എന്തിടപെടലാണ് ബി.ജെ.പി നടത്തിയെന്ന് ചോദിച്ചാൽ അതില്ല. അതിന് ശേഷിയുള്ള പാർട്ടിയാണെന്ന് വെച്ചാൽ ബി.ജെ.പി അത് സാധിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവർക്ക് എന്തുകൊണ്ടാണ് അത് സാധിക്കാത്തത്? അവർ ഈ പറയുന്ന ഈ ഡിവിസീവ് പൊളിറ്റിക്സിൻ്റെ ആ ഒരു ഫ്രെയിമിന് പുറത്തേക്ക് കിടക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതിൽ വളർന്നത് കൊണ്ടായിരിക്കാം അത് സംഭവിക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഈ പറയുന്ന ഡിവിസീവ് പൊളിറ്റിക്സ് കൊണ്ട് മാത്രം നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ബി.ജെ.പി. അപ്പോൾ ആകെ ഇപ്പോൾ ഉണ്ടായൊരു മാറ്റം, ഇദ്ദേഹം വരുന്നു, ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു, വികസിത് കേരളം എന്നൊക്കെ പറയുന്നു എന്ന് മാത്രമാണ്. അതിന് പറ്റിയൊരു ടീമിനെ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നു, അതിന് പറ്റിയെന്ന് അദ്ദേഹം വിചാരിക്കുന്ന ഒരു ടീമിനെ. അതുകൊണ്ടാവില്ല.